ന്യായാധിപന്മാർ 20-ാം അധ്യായത്തിൽ എവിടെ മുതൽ എവിടെ വരെയുള്ള ഇസ്രായേൽ ജനമാണ് മിസ്പായിൽ കർത്താവിൻ്റെ മുമ്പിൽ ഒരുമിച്ചുകൂടാൻ ഇറങ്ങിത്തിരിച്ചത്? ഉത്തരം: ദാൻ മുതൽ ബെർഷേബ വരെയുള്ള ഇസ്രായേൽ ജനം. ദാൻ മുതൽ ബെർഷേബ വരെയുള്ള ഇസ്രായേൽ ജനവും ഗിലെയാദ് ദേശക്കാരും ഏകമനസ്സോടെ എവിടെയാണ് ഒരുമിച്ചുകൂടിയത്? ഉത്തരം: മിസ്പായിൽ കർത്താവിൻ്റെ മുമ്പിൽ. ദാൻ മുതൽ ബെർഷേബ വരെയുള്ള ഇസ്രായേൽ ജനവും ഗിലെയാദ് ദേശക്കാരും എങ്ങനെയാണ് മിസ്പായിൽ കർത്താവിൻ്റെ മുൻപിൽ ഒരുമിച്ച് കൂടിയത്? ഉത്തരം: ഏകമനസ്സോടെ. ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ ഏത് ദേശക്കാരും കൂടിച്ചേർന്നാണ് കർത്താവിൻ്റെ മുൻപിൽ ഒരുമിച്ച് കൂടിയത്? ഉത്തരം: ഗിലെയാദ് ദേശക്കാർ. ന്യായാധിപന്മാർ 20:2 ദൈവജനത്തിൻ്റെ സഭയിൽ ഹാജരായത് ആരെല്ലാം? ഉത്തരം: ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രത്തിലെ നേതാക്കന്മാരും. ഖഡ്ഗധാരികളുടെ കാലാൾപ്പട എത്ര പേർ അടങ്ങുന്നതായിരുന്നു? ഉത്തരം: 4,00,000. ഇസ്രായേൽ മിസ്പായിലേക്ക് പോയി എന്ന് ഏത് ഗോത്രക്കാരാണ് കേട്ടത്? ഉത്തരം: ബെഞ്ചമിൻ ഗോത്രക്കാർ. ഇസ്രായേൽ എങ്ങോട്ട് പോയി എന്നാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടത്? ഉത്തരം: മിസ്പായിലേക്ക്. ഗിബെയ ഏതു ഗോത്രത്തിൻ്റെ അധീനതയിലുള്ളതാണ്? ഉത്തരം: ബെഞ്ചമിൻ. ഗിബെയയിലുള്ള ആളുകൾ രാത്രി എനിക്കെതിരായി വന്ന് എന്നെ കൊല്ലാൻ വീട് വളഞ്ഞു. എൻ്റെ ഉപനാരിയെ അവർ ബലാത്സംഗം ചെയ്തു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: ലേവ്യൻ ഇസ്രായേൽ ജനത്തോട്. കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ അവളെ എന്താണ് ചെയ്തത്? ഉത്തരം: അവളെ കഷ്ണങ്ങളായി മുറിച്ച് ഇസ്രായേൽക്കാരുടെ ദേശത്തെല്ലാം കൊടുത്തയച്ചു. ന്യായാധിപന്മാർ 20:8 ജനം മുഴുവൻ ഏകമനസ്സായി എഴുന്നേറ്റ് നിന്ന് ശബ്ദം ചെയ്തത് എന്താണ്? ഉത്തരം: ഞങ്ങളിൽ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങിപ്പോവുകയില്ല. നറുക്കിട്ട് ഏതു ദേശത്തെ ആക്രമിക്കാമെന്നാണ് ഇസ്രായേൽ ജനം പറഞ്ഞത്? ഉത്തരം: ഗിബെയ ദേശം. ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിൽ നിന്നും എങ്ങനെ ആളുകളെ തിരഞ്ഞെടുക്കാമെന്നാണ് പറഞ്ഞത്? ഉത്തരം: 100-ന് 10, 1000-ന് 100, 10,000-ന് 1000 എന്ന കണക്കിൽ. ആരാണ് പട്ടണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നത്? ഉത്തരം: ഇസ്രായേൽ ജനം. ഇസ്രായേൽ ഗോത്രങ്ങൾ ഏതു ഗോത്രത്തിലേക്കാണ് ദൂതന്മാരെ അയച്ചത്? ഉത്തരം: ബെഞ്ചമിൻ ഗോത്രത്തിലേക്ക്. എത്ര ഘോരമായ തിന്മയാണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രത്തിലെങ്ങും ആരെ അയച്ചാണ് അറിയിച്ചത്? ഉത്തരം: ദൂതന്മാരെ. ഗിബെയയിലുള്ള ആ നീചന്മാരെ ആർക്കു വിട്ടുകൊടുക്കാനാണ് ബെഞ്ചമിൻ ഗോത്രക്കാരോട് പറഞ്ഞത്? ഉത്തരം: ഇസ്രായേൽ ഗോത്രക്കാർക്ക്. ഗിബെയയിലുള്ള ആ നീചന്മാരെ വിട്ടുകൊടുക്കാൻ ഇസ്രായേൽ ഗോത്രക്കാർ ആരോടാണ് ആവശ്യപ്പെട്ടത്? ഉത്തരം: ബെഞ്ചമിൻ ഗോത്രക്കാരോട്. എവിടെയുള്ള നീചന്മാരെ വിട്ടുകൊടുക്കാനാണ് ഇസ്രായേൽ ഗോത്രക്കാർ പറഞ്ഞത്? ഉത്തരം: ഗിബെയയിലുള്ള. ഗിബെയയിലുള്ള നീചന്മാരെ എന്തു ചെയ്യണമെന്നാണ് ഇസ്രായേൽ ഗോത്രക്കാർ പറഞ്ഞത്? ഉത്തരം: ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് അവരെ കൊന്നുകളയണം എന്ന്. ഇസ്രായേൽക്കാരുടെ വാക്കുകൾ ആരാണ് വകവയ്ക്കാതിരുന്നത്? ഉത്തരം: ബെഞ്ചമിൻ ഗോത്രക്കാർ. ബെഞ്ചമിൻ ഗോത്രക്കാർ ആരുടെ വാക്കുകളാണ് വകവയ്ക്കാതിരുന്നത്? ഉത്തരം: ഇസ്രായേൽ ഗോത്രക്കാരുടെ. ഇസ്രായേലിന് എതിരെ യുദ്ധം ചെയ്യാൻ ഗിബെയയിൽ ഒന്നിച്ചു കൂടിയത് ആര്? ഉത്തരം: ബെഞ്ചമിൻ ഗോത്രക്കാർ.
ആർക്കെതിരെ യുദ്ധം ചെയ്യാനാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ ഒരുമിച്ച് കൂടിയത്? ഉത്തരം ഇസ്രായേൽക്കാർക്കെതിരെ. ബെഞ്ചമിൻ ഗോത്രക്കാർ ഇസ്രായേൽക്കാർക്കെതിരെ യുദ്ധം ചെയ്യാൻ എവിടെയാണ് ഒരുമിച്ച് കൂടിയത്? ഉത്തരം ഗിബെയായിൽ. ഗിബെയ വാസികളിൽ നിന്ന് എണ്ണപ്പെട്ട എത്ര പ്രഗത്ഭന്മാർ ഉണ്ടായിരുന്നു? ഉത്തരം 700. വാളെടുക്കാൻ എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം 26,000. ബെഞ്ചമിൻ ഗോത്രക്കാരിൽ എത്ര പേരാണ് പ്രഗത്ഭന്മാരായ ഇടതുകയ്യന്മാർ ഉണ്ടായിരുന്നത്? ഉത്തരം 700. 700 ഇടതുകയ്യന്മാരുടെ പ്രത്യേകത എന്തായിരുന്നു? ഉത്തരം ഒരു തലമുടി ഇഴയ്ക്ക് പോലും ഉന്നം തെറ്റാത്ത കവണക്കാരായിരുന്നു. ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ഖഡ്ഗധാരികളായ എത്ര ഇസ്രായേൽ യോദ്ധാക്കളാണ് അണിനിരന്നത്? ഉത്തരം 4,00,000. ഇസ്രായേൽ ജനം ദൈവത്തോട് ആരാഞ്ഞത് എന്ത്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ താങ്കളിൽ ആരാണ് ആദ്യം പോകേണ്ടത് എന്ന്. ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ ആരാണ് ആദ്യം പോകേണ്ടത് എന്ന് ഇസ്രായേൽക്കാർ ആരോടാണ് ആരാഞ്ഞത്? ഉത്തരം ദൈവത്തോട്. ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ ആര് ആദ്യം പോകട്ടെ എന്നാണ് കർത്താവ് അരുളി ചെയ്തത്? ഉത്തരം യൂദ. ഇസ്രായേൽ ജനം രാവിലെ എഴുന്നേറ്റ് ആർക്കെതിരായാണ് പാളയം അടിച്ചത്? ഉത്തരം ഗിബെയായ്ക്കെതിരെ. 22,000 ഇസ്രായേൽക്കാരെ ആരാണ് അരിഞ്ഞു വീഴ്ത്തിയത്? ഉത്തരം ഗിബെയായിൽ നിന്ന് വന്ന ബെഞ്ചമിൻ ഗോത്രക്കാർ. ന്യായാധിപന്മാർ 20:23 സായാഹ്നം വരെ കർത്താവിൻ്റെ മുൻപിൽ കരഞ്ഞത് ആര്? ഉത്തരം ഇസ്രായേൽക്കാർ. ബെഞ്ചമിൻ ഗോത്രക്കാർ 2-ാം ദിവസം എത്ര ഇസ്രായേൽക്കാരെയാണ് വധിച്ചത്? ഉത്തരം 18,000 ഇസ്രായേൽക്കാരെ. ഇസ്രായേൽ ജനം മുഴുവൻ യോദ്ധാക്കളെല്ലാം ചേർന്ന് എവിടെ വന്നാണ് കരഞ്ഞത്? ഉത്തരം ബഥേലിൽ. ആരാണ് കർത്താവിൻ്റെ മുൻപിൽ സായാഹ്നം വരെ ഉപവസിക്കുകയും ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തത്? ഉത്തരം ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളെല്ലാം ചേർന്ന്. ന്യായാധിപന്മാർ 20:27 ആരാണ് കർത്താവിൻ്റെ ഹിതം ആരാഞ്ഞത്? ഉത്തരം ഇസ്രായേൽ ജനം. ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം അന്നാളുകളിൽ എവിടെയായിരുന്നു? ഉത്തരം ബഥേലിൽ. അഹറോൻ്റെ പുത്രൻ്റെ പേരെന്ത്? ഉത്തരം എലയാസർ. എലയാസറിൻ്റെ പിതാവിൻ്റെ പേരെന്ത്? ഉത്തരം അഹറോൻ. പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തിരുന്ന എലയാസറിൻ്റെ പുത്രൻ്റെ പേരെന്ത്? ഉത്തരം ഫിന്നെഹാസ്. ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം ബഥേലിൽ ആയിരുന്നപ്പോൾ ആരാണ് പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത്? ഉത്തരം അഹ്റോൻ്റെ പുത്രനായ എലയാസറിൻ്റെ പുത്രൻ ഫിന്നെഹാസ്. നിങ്ങൾ പോകുക, നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ആരാണ് ഇത് പറഞ്ഞത്? ആരോട് പറഞ്ഞു? ഉത്തരം കർത്താവ് ഇസ്രായേൽ ഗോത്രത്തിനോട്. ഇസ്രായേൽക്കാർ എവിടെയാണ് ആളുകളെ പതിയിരുത്തിയത്? ഗിബെയായ്ക്കു ചുറ്റും. മറ്റു 2 അവസരങ്ങളിലെ പോലെ ഗിബെയായ്ക്കെതിരായി അണിനിരുന്നത് ആര്? ഉത്തരം ഇസ്രായേൽക്കാർ. എവിടെയൊക്കെ വെച്ചാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ ഇസ്രായേലിനെ കൊല ചെയ്യാൻ തുടങ്ങിയത്? ഉത്തരം ബേഥേലിലേക്കും ഗിബെയായിലേക്കും പോകുന്ന പെരുവഴികളിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും. ഇസ്രായേൽ ഒന്നടക്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് എവിടെയാണ് അണിനിരുന്നത്? ഉത്തരം ബാൽ താമാറിൽ. നമുക്ക് പലായനം ചെയ്യാം, അങ്ങനെ അവരെ നമുക്ക് പെരുവഴിയിലേക്ക് ആനയിക്കാം. ഇസ്രായേൽക്കാർ ആരെക്കുറിച്ചാണ് ഇത് പറഞ്ഞത്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാരെക്കുറിച്ച്. താങ്കളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ബാൽ താമാറിൽ അണിനിരുന്നത് ആര്? ഉത്തരം ഇസ്രായേൽക്കാർ. താങ്കളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട ബാൽതാമാരിൽ അണിനിരന്ന ഇസ്രായേലരോടൊപ്പം എവിടെ പതിയിരുന്ന ഇസ്രായേലരാണ് ഓടിക്കൂടിയത്? ഉത്തരം ഗേബായ്ക്കും പടിഞ്ഞാറ് വശത്തും പതിയിരുന്ന.
ബാൽതാമാറിൽ ആർക്കെതിരായാണ് ഇസ്രായേൽക്കാർ അണിനിരന്നത്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ. ബാൽതാമാറിൽ ഗിബെയായ്ക്ക് എതിരായി തിരഞ്ഞെടുക്കപ്പെട്ട എത്ര ഇസ്രായേൽക്കാരാണ് അണിനിരന്നത്? ഉത്തരം 10,000. താങ്കൾക്ക് നാശം അടുത്തിരിക്കുന്നുവെന്ന് ആരാണ് അറിയാതിരുന്നത്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ. ഇസ്രായേലരുടെ മുൻപിൽ ബെഞ്ചമിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തിയത് ആര്? ഉത്തരം കർത്താവ്. കർത്താവ് ഇസ്രായേലരുടെ മുൻപിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാരെ. ബെഞ്ചമിൻ ഗോത്രക്കാരെ ആരുടെ മുൻപിലാണ് കർത്താവ് പരാജയപ്പെടുത്തിയത്? ഉത്തരം ഇസ്രായേലരുടെ. ഖഡ്ഗധാരികളായ എത്ര പേരെയാണ് ഇസ്രായേൽക്കാർ വകവരുത്തിയത്? ഉത്തരം 25,100. ആരിൽ വിശ്വാസമർപ്പിച്ചാണ് ഇസ്രായേൽക്കാർ പിൻവാങ്ങിയത്? ഉത്തരം ഗിബെയായ്ക്കെതിരെ പതിയിരുന്നവരിൽ. ഗിബെയായ്ക്കെതിരെ പതിയിരുന്നവരിൽ വിശ്വാസമർപ്പിച്ച് ആരാണ് പിൻവാങ്ങിയത്? ഉത്തരം ഇസ്രായേൽക്കാർ. ആരാണ് ഗിബെയായിലേക്ക് തള്ളിക്കയറി പട്ടണം മുഴുവൻ വാളിനിരയാക്കിയത്? ഉത്തരം പതിയിരുപ്പുകാർ. ഇസ്രായേൽക്കാരും പതിയിരുപ്പുകാരും അടയാളമായി എന്തുയർത്തണമെന്നാണ് പറഞ്ഞൊത്തിരുന്നത്? ഉത്തരം പട്ടണത്തിൽ ഒരു വലിയ പുകപടലം ഉയർത്തണമെന്ന്. പട്ടണത്തിൽ ഒരു വലിയ പുകപടലം ഉയർത്തുമ്പോൾ ആരാണ് യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വരണമെന്ന ധാരണ വച്ചിരുന്നത്? ഉത്തരം ഇസ്രായേൽക്കാർ. യുദ്ധം ആരംഭിച്ച് എത്ര ഇസ്രായേൽക്കാരെ വധിച്ചപ്പോഴേക്കുമാണ് അവർ നമ്മോട് പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞത്? ഉത്തരം 30 ഇസ്രായേൽക്കാരെ. ബെഞ്ചമിൻകാർ സംഭ്രാന്തരായി നാശമടുത്തുവെന്ന് കണ്ടത് എപ്പോൾ? ഉത്തരം ഇസ്രായേൽക്കാർ തിരിച്ചു വന്നപ്പോൾ. ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്തത് ആര്? ഉത്തരം ബെഞ്ചമിൻകാർ. ബെഞ്ചമിൻകാർ ഇസ്രായേൽക്കാരെ വിട്ട് എങ്ങോട്ടാണ് പലായനം ചെയ്തത്? ഉത്തരം മരുഭൂമിയിലേക്ക്. മരുഭൂമിയിലേക്ക് പലായനം ചെയ്ത ബെഞ്ചമിൻകാരോട് ഏറ്റുമുട്ടി അവരെ നശിപ്പിച്ചത് ആര്? ഉത്തരം പട്ടണത്തിൽ നിന്ന് വന്ന ഇസ്രായേൽക്കാർ. ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ എവിടെ വരെ പിന്തുടർന്ന് പരാജയപ്പെടുത്തി? ഉത്തരം നൊഹാഹു മുതൽ കിഴക്ക് ഗിബെയ വരെ. യുദ്ധവീരന്മാരായ എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരാണ് നിലം പതിച്ചത്? ഉത്തരം 18,000. ബെഞ്ചമിൻ ഗോത്രത്തിലെ എത്ര പേരാണ് പെരുവഴിയിൽ വെച്ച് കൊല്ലപ്പെട്ടത്? ഉത്തരം 5,000 പേർ. ഗീദോം വരെ ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ അനുധാവനം ചെയ്തപ്പോൾ അവരിൽ എത്ര പേരാണ് വധിക്കപ്പെട്ടത്? ഉത്തരം 2,000 പേർ. ന്യായാധിപന്മാർ 20:46 ബെഞ്ചമിൻ ഗോത്രക്കാരായ എത്ര ധീരയോദ്ധാക്കൾ കൊല്ലപ്പെട്ടു? ഉത്തരം 25,000. ബെഞ്ചമിൻ ഗോത്രത്തിലെ എത്ര പേരാണ് മരുഭൂമിയിൽ റിമ്മോൻ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടത്? ഉത്തരം 600 പേർ. റിമ്മോൻ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടവർ എത്ര നാൾ അവിടെ താമസിച്ചു? ഉത്തരം 4 മാസം. മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും വാളിനിരയാക്കി പട്ടണങ്ങൾക്ക് തീ വച്ചത് ആര്? ഉത്തരം ഇസ്രായേൽക്കാർ. ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം ആരാണ് വീണ്ടും തിരിച്ചു വന്ന് ആക്രമിച്ചത്? ഉത്തരം ഇസ്രായേൽക്കാർ.